1 രാജാക്കന്മാർ അധ്യായം 7. സോളമൻ 13 വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി. അവൻ ലബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു. അതിന് നീളം 100 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അതിന് ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു. ഓരോ നിരയിലും 15 തൂണ് വീതം 45 തൂണിന്മേൽ തുലാം വച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര ജാലകങ്ങൾ ഇരുഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു. വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി. ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ 3 നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത്. 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു. അതിൻ്റെ മുൻവശത്ത് തൂണുകളിൽ വിതാനത്തോടുകൂടി പൂമുഖവും തീർത്തു. ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു. തറ മുതൽ മുകളറ്റം വരെ ദേവദാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത്. മണ്ഡപത്തിൻ്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോടുകൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു. ഇതേ രീതിയിലൊരു ഭവനം തൻ്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിതു. ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെ എല്ലാം അസ്ഥിവാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യാങ്കണം വരെയും പണി കഴിപ്പിച്ചത്. അടിസ്ഥാനമിട്ടത് 8ഉം 10ഉം മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ്. അതിനു മീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു. മുഖ്യ അങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിൻ്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു. സോളമൻ രാജാവ് ടൈറിൽ നിന്ന് ഹീരാവിനെ ആളയച്ചു വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. ടൈർക്കാരനായ ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ്. ഹീറാം ഏതുതരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു. അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു. അവൻ 2 ഓട്ടുസ്തംഭങ്ങളുണ്ടാക്കി. ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം വണ്ണവുമായിരുന്നു. അകം പൊള്ളയായി 4 വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത്. സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് 2 മകുടങ്ങൾ വാർത്തു. ഓരോന്നിൻ്റെയും ഉയരം 5 മുഴം. 2 സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു. സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം 2 വരി മാതളപ്പഴം കൊത്തിവെച്ചു. പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ 4 മുഴം ഉയരത്തിൽ ലില്ലിപുഷ്പത്തിൻ്റെ ആകൃതിയിൽ ആയിരുന്നു. സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു. അവയ്ക്ക് ചുറ്റും 2 നിരയായി 200 മാതളപ്പഴം വീതം കുത്തിയിരുന്നു. ദേവാലയത്തിൻ്റെ പൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത്. വലതുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടതുവശത്തേതിന് ബോവാസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലിപുഷ്പങ്ങൾ കൊത്തിയിരുന്നു. ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു. അതിൻ്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു. കായ്കൾ 2 നിരകളായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത്. അവയിൽ 3 വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു.
ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഖനമുണ്ടായിരുന്നു. അതിൻ്റെ വക്ക് കോപ്പയുടേത് എന്ന പോലെ ലില്ലിപുഷ്പം പോലെ ആയിരുന്നു. 2000 ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു. ഹീറാം ഓടുകൊണ്ട് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള 10 പീഠങ്ങളുണ്ടാക്കി. പീഠങ്ങൾ പണിതത് ഇങ്ങനെയാണ്: പീഠത്തിൻ്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു. പലകകളിൽ സിംഹം, കാള, കെരൂബ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി. ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം, കാള, പുഷ്പം എന്നിവ കൊത്തിവെച്ചു. ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള 4 ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. 4 കോണുകളിലും ക്ഷാളനപാത്രത്തിനുള്ള താങ്ങുകളുണ്ടായിരുന്നു. അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു. 1 മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിൻ്റെ വായ ഉറപ്പിച്ചിരുന്നത്. പീഠം പോലെ വൃത്താകൃതിയിൽ 1.5 മുഴം ഉയരമുള്ളതായിരുന്നു അത്. അതിലും കൊത്തുപണികളുണ്ടായിരുന്നു. അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല, ചതുരത്തിലായിരുന്നു. 4 ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു. അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. ചക്രത്തിൻ്റെ ഉയരം 1.5 മുഴം. രഥത്തിൻ്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും. അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു. ഓരോ പീഠത്തിൻ്റെയും 4 കോണിലും താങ്ങുകളുണ്ടായിരുന്നു. അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. പീഠത്തിൻ്റെ മേൽഭാഗത്ത് 1/2 മുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു. അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു. താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോടുകൂടി കൊത്തിവെച്ചു. ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീറാം 10 പീഠങ്ങൾ പണിതു. അവൻ ഓടുകൊണ്ട് 10 ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചു. ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനപാത്രം ഉറപ്പിച്ചു. 40 ബത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും 4 മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും. പീഠങ്ങളിൽ 5 എണ്ണം ദേവാലയത്തിൻ്റെ തെക്കുവശത്തും 5 എണ്ണം വടക്കുവശത്തുമാണ് സ്ഥാപിച്ചത്. ജലസംഭരണി ദേവാലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിരുന്നു. ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി. ഇങ്ങനെ അവൻ സോളമൻ രാജാവിന് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ, അവയെ മൂടുന്ന 2 വലപ്പണികൾ, ആ വലപ്പണികളിൽ 2 നിരയായി 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങൾ, അവയിൽ 10 ക്ഷാളനപാത്രങ്ങൾ, ഒരു ജലസംഭരണി, അതിൻ്റെ അടിയിൽ 12 കാള എന്നിവ ഹീരാം നിർമ്മിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലെ കലങ്ങൾ, ചട്ടുകങ്ങൾ, കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു. ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരധാനും മധ്യേ കളിമൺ നിലത്ത് വെച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത്. പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല, ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു. സുവർണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പത്തിനുള്ള സുവർണ മേശ, ശ്രീകോവിലിൻ്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് 5 വിളക്കുകാലുകൾ വീതം, സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, കൊടിലുകൾ, തങ്കം കൊണ്ടുള്ള കോപ്പകൾ, തിരിക്കത്രികകൾ, ക്ഷാളനപാത്രങ്ങൾ, ധൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ, തീക്കോരികൾ, അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ സുവർണ പാദകുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു. ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു. പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ, സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ
നിക്ഷേപിച്ചു. Chapter 7. His own palace Solomon completed after 13 years of construction. He built the hall called the Forest of Lebanon, 100 cubits long, 50 wide, and 30 high. It was supported by 4 rows of cedar columns, with cedar capitals upon the columns. Moreover, it had a ceiling of cedar above the beams resting on the columns. These beams numbered 45, 15 to a row. There were 3 window frames at either end, with windows in strict alignment. The posts of all the doorways were rectangular, and the doorways faced each other, 3 at either end. The porch of the columned hall he made 50 cubits long and 30 wide. The porch extended the width of the columned hall, and there was a canopy in front. He also built the vestibule of the throne where he gave judgment, that is, the tribunal. It was paneled with cedar from floor to ceiling beams. His living quarters were in another court set in deeper than the tribunal and of the same construction. A palace like this tribunal was built for Pharaoh's daughter, whom Solomon had married. All these buildings were of fine stones, hewn to size and trimmed front and back with a saw, from the foundation to the bonding course. The foundation was made of fine, large blocks, some 10 cubits and some 8 cubits. Above were fine stones hewn to size and cedar wood. The great court was enclosed by 3 courses of hewn stones and a bonding course of cedar beams. So also were the inner court of the temple of the Lord and the temple porch. King Solomon had Hiram brought from Tyre. He was a bronze worker, the son of a widow from the tribe of Naphtali. His father had been from Tyre. He was endowed with skill, understanding, and knowledge of how to produce any work in bronze. He came to King Solomon and did all his metal work. 2 hollow bronze columns were cast, each 18 cubits high and 12 cubits in circumference. Their metal was of 4 fingers' thickness. There were also 2 capitals cast in bronze to place on top of the columns, each of them 5 cubits high. 2 pieces of network with a chain-like mesh were made to cover the nodes of the capitals on top of the columns, 1 for each capital. 400 pomegranates were also cast. 200 of them in a double row encircled the piece of network on each of the 2 capitals. The capitals on top of the columns were finished wholly in a lotus pattern above the level of the nodes and their enveloping network. The columns were then erected adjacent to the porch of the temple, one to the right called Jachin, and the other to the left called Boaz. Thus the work on the columns was completed. The sea was then cast. It was made with a circular rim and measured 10 cubits across, 5 in height and 30 in circumference. Under the brim, gourds encircled it, 10 to the cubit all the way around. The gourds were in 2 rows and were cast in 1 mold with the sea. This rested on 12 oxen, 3 facing north, 3 facing west, 3 facing south, and 3 facing east, with their haunches all toward the center, where the sea was set upon them. It was a handbreadth thick, and its brim resembled that of a cup, being lily-shaped. Its capacity was 2,000 measures. 10 stands were also made of bronze, each 4 cubits long, 4 wide, and 3 high. When these stands were constructed, panels were set within the framework. On the panels between the frames there were lions, oxen, and cherubim, and on the frames likewise, above and below the lions and oxen, there were wreaths in relief. Each stand had 4 bronze wheels and bronze axles. This was surmounted by a crown 1 cubit high, within which was a rounded opening to provide a receptacle 1.5 cubits in depth. There was carved work at the opening on panels that were angular, not curved. The 4 wheels were below the paneling, and the axle trees of the wheels and the stand were of 1 piece. Each wheel was 1.5 cubits high. The wheels were constructed like chariot wheels. Their axles, fellies, spokes, and hubs were all cast. The 4 legs of each stand had cast braces which were under the basin. They had wreaths on each side. These 4 braces, extending to the corners of each stand, were of 1 piece with the stand. On top of the stand there was a raised collar 1/2 cubit high, with supports and panels which were of 1 piece with the top of the stand.
On the surfaces of the supports and on the panels, wherever there was a clear space, cherubim, lions, and palm trees were carved, as well as wreaths all around. This was how the 10 stands were made, all of the same casting, the same size, the same shape. 10 bronze basins were then made, each 4 cubits in diameter, with a capacity of 40 measures, 1 basin for the top of each of the 10 stands. The stands were placed 5 on the south side of the temple and 5 on the north. The sea was placed off to the southeast from the south side of the temple. When Hiram made the pots, shovels, and bowls, he therewith completed all his work for King Solomon in the temple of the Lord. 2 columns, 2 nodes for the capitals on top of the columns, 2 pieces of network covering the nodes for the capitals on top of the columns, 400 pomegranates in double rows on both pieces of network that covered the 2 nodes of the capitals where they met the columns, 10 stands, 10 basins on the stands, 1 sea, 12 oxen supporting the sea, pots, shovels, and bowls. All these articles which Hiram made for King Solomon in the temple of the Lord were of burnished bronze. The king had them cast in the neighborhood of the Jordan, in the clay ground between Succoth and Zarethan. Solomon did not weigh all the articles because they were so numerous. The weight of the bronze, therefore, was not determined. Solomon had all the articles made for the interior of the temple of the Lord, the golden altar, the golden table on which the showbread lay, the lampstands of pure gold, 5 to the right and 5 to the left before the sanctuary, with their flowers, lamps, and tongs of gold, basins, snuffers, bowls, cups, and fire pans of pure gold, and hinges of gold for the doors of the inner room, or Holy of Holies, and for the doors of the outer room, the nave. When all the work undertaken by King Solomon in the temple of the Lord was completed, he brought in the dedicated offerings of his father David, putting the silver, gold, and other articles in the treasuries of the temple of the Lord.